ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പം നിങ്ങളെല്ലാവരും ഫ്രൈഡ് മിൽക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളിന്ന് ഫ്രൈഡ് മിൽക്കാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവറിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാല് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കോൺഫ്ലവർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അത് കുറുകി വരും. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറി വരുമ്പോൾ ട്രേയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ട്രേക്കകത്തോട്ട് ഈ റാപ്പിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാല് കുറുക്കിയെടുത്തത് നമുക്ക് ഈ ട്രേക്കകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. 24 hours എടുക്കും ഇത് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ സെറ്റാകാനായിട്ട് വെച്ച മിൽക്കാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. 1/4 കപ്പ് മൈദയ്ക്കകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.